Hello students, let us consider the next topic from module 1, that is processor data path. In early computers, buses were parallel electrical wires with multiple hardware connections. Therefore, a bus is a communication system that transfers the data between components inside a computer or between computers. It includes the hardware components like wires, optical fibers, etc., and software including the communication protocols. The registers, ALU, and the interconnecting bus are collectively referred as data path. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ്സർ ഡേറ്റാ പാത്ത് എന്ന് പറയുന്നത്, അതായത് ഏർലിയർ കമ്പ്യൂട്ടേഴ്സിലാണെങ്കിൽ നമ്മൾ ബസ് എന്ന് പറയുന്നത് പാരലൽ ഇലക്ട്രിക്കൽ വയേഴ്സാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതായത് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് വിതിൻ ദ കമ്പ്യൂട്ടർ അതിന് തമ്മിലുള്ള ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഡേറ്റ. ഓൾസോ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഹാർഡ്വെയർ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് വയേഴ്സാണ്, ദെൻ ഓപ്റ്റിക്കൽ ഫൈബർ, ഓൾസോ സോഫ്റ്റ്വെയറും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നൗ ഡേറ്റാ പാത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ALU ആൻഡ് ദ ഇൻ്റർ കണക്റ്റിംഗ് ബസ്, ഇതെല്ലാം കൂടി കളക്റ്റീവ്ലി നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ഡേറ്റാ പാത്ത്. നൗ ലെറ്റ് us consider there are actually two types of bus organization. First is the one bus organization. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഫിഗർ. ദാറ്റ് ഇസ് there will be one bus, okay, and all the components will be connected to that bus. Okay, so the general purpose registers, then PC, that is program counter, instruction register, okay, then MAR and MDR, they are the registers. We will see them later. Then we have the ALU, register A, register B. So these are all connected to a single bus. Now in one bus organization, a single bus is used for multiple purpose. A set of general purpose register, that is program counter, instruction register, then memory address register, that is MAR, memory data register, that is MDR, are connected with the single bus. Memory read or write can be done with MAR and MDR. ഓക്കെ, അപ്പോൾ ഇവിടെ വൺ ബസ് ഓർഗനൈസേഷനിൽ ഒരു സിംഗിൾ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫിഗറിൽ കണ്ടു, ഒരു സിംഗിൾ ബസ്സാണ് മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ദെൻ ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ, ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അതുപോലെ തന്നെ MDR, ദാറ്റ് ഈസ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയാണ്. അതായത് മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനും മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റേഴ്സാണ്. ദെൻ ദ പ്രോഗ്രാം കൗണ്ടർ, നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രോഗ്രാം കൗണ്ടർ പോയിൻറ്റ്സ് ടു ദ മെമ്മറി ലൊക്കേഷൻ ഫ്രം വെയർ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇസ് ടു ബി ഫെച്ച്ഡ്. ഓക്കെ, അപ്പം പ്രോഗ്രാം കൗണ്ടർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവും, അത് നമ്മൾ കണ്ടതാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇസ് ദാറ്റ് രജിസ്റ്റർ വിച്ച് വിൽ ഹോൾഡ് ദ കോപ്പി ഓഫ് ദ കറൻറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ആണ് പോകുന്നത്, അതിന് ശേഷമാണ് അത് ഡീകോഡ് ചെയ്യുന്നത്. Okay, in case of one bus organization, at a time only one operand can be read from the bus. Okay, as a result of that, if the requirement is to read two operands for the operation, then read operation needs to be carried twice. So that's why it will make the process the little longer. One of the advantage of this one bus organization is that it is one of the simplest, and also this is very cheap to implement. At the same time, a disadvantage lies that it has only one bus, and this one bus is accessed by all the general purpose registers, then program counter, instruction register, MAR, MDR, making each and every operation sequential. No one recommends this actually architecture nowadays. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് വൺ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ഓപ്പറൻറ്റ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ ബസ്സിൽ നിന്ന്. ആസ് എ റിസൾട്ട് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് രണ്ട് ഓപ്പറൻറ്റ്സ് ആണ് റീഡ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ ദാറ്റ് ഇസ് റീഡ് ഓപ്പറേഷൻ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ലോങ്കർ ആയിരിക്കും. ആൻഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സിംപ്ലസ്റ്റ് ആണ് ഈ ഒരു വൺ ബസ് ഓർഗനൈസേഷൻ, ആൻഡ് ചീപ്പാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പക്ഷേ അതേ സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബസ് മാത്രമായതുകൊണ്ട് എല്ലാം എന്താണ്, ഓൾ ദ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ദെൻ പ്രോഗ്രാം കൗണ്ടർ, അതെല്ലാം എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഈ ഓപ്പറേഷൻ സീക്വൻഷ്യൽ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്കിടെക്ചർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല.
Then we have two bus organization, that means രണ്ട് ബസ്സാണ്. അതായത് ടു ഓവർകം ദ ഡിസഡ്വാൻറ്റേജ്, അതായത് ഒരു ബസ് ഓർഗനൈസേഷനിൽ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ടു ബസ് ഓർഗനൈസേഷനിൽ രണ്ട് ബസ്സസ് ആണ്. And general purpose register can read or write from both the bus. In this case, two operands can be fetched at the same time because of the two buses. One of the bus fetch the operand for ALU, another bus fetch for the register. Situation arises when both the buses are busy fetching the operands, then output can be stored in the temporary register, and when the buses are free, particular output can be dumped on the buses. Okay, അപ്പോൾ ഇതാണ് ആ ഫിഗർ നമുക്ക് കാണാൻ പറ്റും. അതായത് ബസ് 1 ആൻഡ് ബസ് 2. ഓക്കെ, ടു ബസ് ഓർഗനൈസേഷൻ ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഓപ്പറൻസ് ഇതിൽ ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്പറൻസ് ഒരേ സമയത്ത് ഫെച്ച് ചെയ്യാൻ പറ്റും. സപ്പോസ് രണ്ട് ബസ്സും അതായത് ബിസി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തൽക്കാലം ഒരു ഓപ്പറൻറ്റ് എന്ത് ചെയ്യുന്നു, ടെമ്പററി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. എപ്പോഴാണോ ബസ് ഫ്രീ ആവുന്നത് അപ്പോൾ അത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. സോ അതാണിത്. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ബസ്സാണ്. ആൻഡ് ഇവിടെ നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഓവർ സിംഗിൾ ബസ് ആർ ദറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ രജിസ്റ്റേഴ്സ്, റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഫോർ എക്സിക്യൂഷൻ, ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഓർ വി ക്യാൻ സേ ഫാസ്റ്റർ എക്സിക്യൂഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, മൾട്ടിപ്പിൾ ബസ്സിൻ്റെ അഡ്വാൻറ്റേജ്. ദറ്റ് ഈസ് സൈസ്, രജിസ്റ്ററിൻ്റെ സൈസ് കൂടും, അതുപോലെ തന്നെ നമ്പർ ഓഫ് സൈക്കിൾസ് കുറയും, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ കൂടും, അല്ലെങ്കിൽ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആയിരിക്കും. So this is the processor data path.